നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സൗര സബ്സിഡി സ്കീമിനും MNRE സോളാർ സബ്സിഡി സ്കീമിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ചൂസ് ചെയ്യണം, MNREയിൽ പോകണോ അതോ സൗരയിൽ ചെയ്യണോ അതോ സബ്സിഡി ഇല്ലാതെ ചെയ്യണോ? സോ ബേസിക്കലി ഈ സൗര സ്കീമിനും MNRE സ്കീമിനും എന്താണ് മേജർ ഡിഫറൻസ് എന്ന് പറയാം. സോളാർ സബ്സിഡി ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിനും ആക്ച്വലി സെൻട്രൽ ഗവൺമെൻറ് അതായത് MNRE തന്നെയാണ് സബ്സിഡി കൊടുക്കുന്നത്. ഓക്കെ, ആദ്യം ഒരു 200 മെഗാവാട്ട് കേരളത്തിന് പാസ്സായിരുന്നു. അപ്പോൾ അത് സൗര എന്ന പേരിൽ ഒരു സ്കീമായിട്ട് KSEB നടപ്പിലാക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒത്തിരി കസ്റ്റമേഴ്സ് രജിസ്റ്റർ ചെയ്യുകയും ഏകദേശം ഒരു 75,000 to 1 lakh ഹൗസസ് അതിൽ രജിസ്റ്റർ ചെയ്യുകയും എൻറോൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇപ്പം നിലവിൽ ഒരു സോളാർ റൂഫ് ടോപ്പ് GOV എന്ന് പറയുന്ന ഒരു നാഷണൽ പോർട്ടൽ റെഡിയാക്കിയിട്ടുണ്ട് MNRE. MNRE ആ പോർട്ടൽ വഴിയാണ് ഇനി വരുന്ന എല്ലാ സബ്സിഡി സ്കീമും നടപ്പിലാക്കാൻ പോകുന്നത്. കുറച്ച് കഴിയുമ്പം സൗര രജിസ്ട്രേഷനൊക്കെ തീരാറുണ്ട്. അപ്പോൾ അതിനുശേഷം എല്ലാ സ്റ്റേറ്റിനും, അതായത് 1 സ്റ്റേറ്റ് 1 പോർട്ടൽ ഫോർ റൂഫ് ടോപ്പ് സ്കീം എന്നാണ് അതിൻ്റെ പദ്ധതിയുടെ പേര്. സോ ബേസിക്കലി പ്രൊസീജിയർ വെരി സിംപ്ലിഫൈ ആക്കി കസ്റ്റമേഴ്സ് ഉപഭോക്താവിന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്യാവുന്ന ഒരു സ്കീമാണ്. സോ മെറ്റീരിയൽസ് ഏതാ ചൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ പാനൽസ് നോക്കാം. പാനൽസിൽ ഇപ്പം നിങ്ങൾക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് മോണോപെർക്ക് ഹാഫ് കട്ട് 545 വാട്ട്സിൻ്റെ പാനൽസ് ഉണ്ട്, 540 വാട്ട്സിൻ്റെ പാനലുണ്ട്, ഈവൻ 550 വാട്ട്സിൻ്റെ പാനലും വരുന്നുണ്ട്. അതുകൂടാതെ ഇപ്പം നമുക്ക് ടോപ്കോൺ അതുപോലെ ഹെട്രോ ജംഗ്ഷൻ HJT പാനൽസും റിലീസ് ആകാൻ പോകുന്നുണ്ട് ഇന്ത്യൻ മേക്കിൽ തന്നെ. അപ്പം ഈ MNRE സബ്സിഡി സ്കീം എന്ന് പറയുമ്പോൾ നമ്മൾ പ്യൂർലി ഇന്ത്യൻ മേക്ക് പാനൽസ് ആയിരിക്കണം വെക്കേണ്ടത്, ഇന്ത്യൻ മെയ്ഡ് സെൽസ് ആയിരിക്കണം, അതുപോലെ DCR പാനൽസ് ആയിരിക്കണം. സോ സൗര സ്കീമിൽ എല്ലാവരും ഈ പാനലിൽ തന്നെയാണോ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്? ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നെയ്ബേഴ്സ് അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ കസ്റ്റമർ അവരവരുടെ സ്ഥലത്ത് നോക്കി അറിയാൻ പറ്റും. മോർ ദൻ 80 to 90% പോളിക്രിസ്റ്റലൈൻ പാനൽസ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ഓൺലി ഇപ്പം ടാറ്റ പോലത്തെ ചില ഇൻസ്റ്റാളേഴ്സ് 435 വാട്ട്സിൻ്റെ മോണോപെർക്ക് പാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ പാനൽസ് ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് കഴിയുമ്പം ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ മാർക്കറ്റിൽ 540 വാട്ട്സ് പാനൽസ് ആൻഡ് അബോവ് ആയിരിക്കും മാർക്കറ്റിൽ ഡിസ്പ്ലേ ആവുന്നത്. ഇപ്പോൾ തന്നെ എല്ലാ മാനുഫാക്ചറേഴ്സും 600 വാട്ട്സിന് മേളിലുള്ള പാനൽസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 330 വാട്ട്സും ഈ 400 വാട്ട്സും അതിൻ്റെ താഴെയുള്ള പാനൽസ് ഒക്കെ നിലവിൽ കാണത്തില്ല. നമ്മൾ CFL ബൾബ് എങ്ങനെ മാർക്കറ്റിൽ നിന്ന് പോയോ അതുപോലെ ഔട്ട് ആവും. അപ്പം നമുക്ക് ഫ്യൂച്ചറിൽ അഥവാ പാനൽസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ 335 അല്ലെങ്കിൽ 400 വാട്ട്സിൻ്റെ പാനലുമായിട്ട് നമ്മൾ 540 വാട്ട്സിൻ്റെ പാനൽ വലിയൊരു മിസ്മാച്ച് ഉണ്ടായിരിക്കും. നമ്മുടെ കറണ്ടിലും വോൾട്ടേജിലും വലിയൊരു മിസ്മാച്ച് ഉണ്ടായിരിക്കും. ഓഫ് കോഴ്സ് നമുക്കത് മൈക്രോ ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്ത് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റിന് നമുക്ക് ലേറ്റസ്റ്റ് ടെക്നോളജി കിട്ടുന്നുണ്ടോ? സൗര സ്കീമിൽ അത് വളരെ കുറവാണ്. MNRE സബ്സിഡി സ്കീമിൽ നമുക്ക് ഏത് പാനൽ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും, ഏത് ഇൻസ്റ്റാളർ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ബെസ്റ്റ് ടെക്നോളജിയും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് അഗെയിൻ ഇൻവെർട്ടേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ മൈക്രോ ഇൻവെർട്ടർ അല്ലെങ്കിൽ ഓപ്റ്റിമൈസർ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് സൗര സ്കീമിൽ ചെയ്യാൻ പറ്റുന്നില്ല, ആരും ചെയ്തിട്ടില്ല. ഓക്കെ, MNRE സ്കീമിലായിരിക്കും കൂടുതലും ചെയ്യുന്നത്. ഓക്കെ, MNRE സ്കീമിൽ നമുക്ക് സബ്സിഡി ക്ലെയിം ചെയ്യാൻ പറ്റും. ബിക്കോസ് എൻഡ് ബെനിഫിഷ്യറിയുടെ കസ്റ്റമർ അക്കൗണ്ടിലായിരിക്കും ഡയറക്റ്റ്ലി സബ്സിഡി വരുന്നത്. വിത്തിൻ 1 month ആയിരിക്കും സബ്സിഡി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി അഷുറൻസ് കൂടുതലും നമുക്ക് MNRE സബ്സിഡി സ്കീമാണ്. സൗരയേക്കാളും നമുക്ക് കൂടുതൽ ക്വാളിറ്റി അഷുറൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? സോ അതിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു കാണുന്ന ഒരു രീതിയാണ് എത്ര ജനറേഷൻ ഗ്വാറണ്ടി. സോ ഈ ജനറേഷൻ ഗ്വാറണ്ടി എന്ന് പറയുന്ന ടോപ്പിക് സൗരയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അതിൻ്റെ ഡോക്യുമെന്റ്സ്. പക്ഷേ MNRE ഡോക്യുമെന്റ്സിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഉപഭോക്താവിന് ജനറേഷൻ ഗ്വാറണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മിക്കവാറും കസ്റ്റമേഴ്സ് ഇൻസ്റ്റലേഷൻ ചെയ്തവർക്കും ഇനി ചെയ്യാൻ പോകുന്നവർക്കും ഉള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 5 കിലോവാട്ട് സിസ്റ്റം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം 5 കിലോവാട്ട് സിസ്റ്റത്തിൽ നിന്ന് ആവറേജ് നമുക്കൊരു 22 യൂണിറ്റ്സ് എങ്കിലും കിട്ടണം. മാക്സിമം 25 കിട്ടിയില്ലെങ്കിലും ആവറേജ് മിനിമം ഒരു 20 യൂണിറ്റ്സ് എങ്കിലും കിട്ടണം. പക്ഷേ ഇപ്പോഴും ഈ സൗര സ്കീമിൽ ചെയ്ത ഒത്തിരി കസ്റ്റമേഴ്സിന് 10 യൂണിറ്റ് 14 യൂണിറ്റ് ഒക്കെയാണ് കിട്ടുന്നത്. അത് എന്താണ് റീസൺ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, അനലൈസ് ചെയ്ത് അറിയാൻ പറ്റും. അടുത്തുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഏജൻസിയെ ബന്ധപ്പെടാൻ പറ്റും, അവരൊന്ന് നോക്കി അറിയാൻ പറ്റും. സോ ഈ ജനറേഷൻ ഗ്വാറണ്ടി നമ്മൾ ഉറപ്പാക്കണം. ഓക്കെ, നമുക്ക് പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കാം. ഇപ്പം ഒരു 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം ഒരു വീട്ടിലിപ്പം ഇൻസ്റ്റലേഷൻ ചെയ്യണം. സൗര സബ്സിഡി സ്കീം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 3 കിലോവാട്ട് സിസ്റ്റത്തിന് നമ്മൾ പേ ചെയ്യേണ്ടത് ഏകദേശം ഒരു 1,33,000 സംതിങ് റുപ്പീസാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ശരിക്കും ഈ എമൗണ്ട് തന്നെയാണോ നിലവിൽ എല്ലാവരും കൊടുക്കുന്നത്? അല്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മാക്സിമം ചെയ്തവർക്ക് അറിയാം, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അപ്പം ഇതിൻ്റെ മേളിൽ സ്ട്രക്ചർ കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്.
അതുപോലെ അത് കൂടാതെ നമുക്കിപ്പം കേബിൾ ലെങ്ത്, ഒരു കേബിൾ ലെങ്ത് എന്ന് പറയുന്നത് ഈ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 15 മീറ്റേഴ്സൊക്കെയാണ്. അപ്പം നമുക്ക് 15 മീറ്റേഴ്സിന് മേളിൽ കേബിൾ ഉണ്ടെങ്കിൽ, ലെങ്തി പ്ലേസസ് ആണെങ്കിൽ AC കേബിളോ DC കേബിളോ അതിൻ്റെ പ്രൈസ് എക്സ്ട്രാ വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈവൻ സോളാർ മീറ്റർ സെപ്പറേറ്റ് ആയിട്ട് പ്രൈസ് മേടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ GST ഇടുന്നുണ്ട്. അപ്പം ഓവറോൾ ഇങ്ങനെ കൂട്ടി നോക്കുവാണെങ്കിൽ ഈ 1,33,000 നിൽക്കുന്നില്ല. അപ്പോൾ അത് ഏകദേശം 1,80,000, 1,90,000, സം കേസസിൽ ഈവൻ 2 lakh ഒക്കെ ടച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, സോ കമ്മിങ് ടു ദ MNRE സബ്സിഡി സ്കീം. സബ്സിഡി സ്കീമിൽ 3 കിലോവാട്ടിന് ഇപ്പം എത്രയാണ് എല്ലാവരും കോട്ട് ചെയ്യുന്നത്? ഏകദേശം ഒരു 2 lakh, 2,10,000, 2,20,000 ഡിപ്പെൻഡിങ് അപ്പോൾ ഏത് ഇൻവെർട്ടറാണ്, ഏത് ടെക്നോളജിയാണ്, അതിനനുസരിച്ച് ചാർജ് ആവുന്നത്. അപ്പോൾ ഈ 2,10,000 അല്ലെങ്കിൽ 2,20,000 ഇതിൻ്റെ മേളിൽ ഏകദേശം ഒരു 43,000 rupees കേന്ദ്ര സർക്കാർ സബ്സിഡി തരുന്നുണ്ട്. ഓക്കെ, നാഷണൽ പോർട്ടൽ വഴി നമ്മൾ രജിസ്റ്റർ ചെയ്ത് ചെയ്യുവാണെങ്കിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏതിലാണ് സബ്സിഡി ശരിക്കും ഉപഭോക്താവിന് കിട്ടുന്നത് ഒക്കെ അനലൈസ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ ഇപ്പം ഈ സൗര സ്കീം ചെയ്തവരിൽ നോക്കുവാണെങ്കിൽ സ്ട്രക്ചറൊക്കെ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത്തും ക്യാപ്പബിലിറ്റിയും നമ്മൾ നോക്കുവാണെങ്കിൽ എപ്പോൾ കാറ്റടിച്ചാലും പറന്നു പോകും. അങ്ങനത്തെ ഒരു സ്ട്രക്ചേഴ്സാണ് മിക്കവാറും വെച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗുണനിലവാരം കൂടുതൽ ശരിക്കും നമ്മൾ ഈ കോംപ്ലയൻസ്, ക്വാളിറ്റി അഷ്വറൻസ് നമ്മൾ MNRE സബ്സിഡി സ്കീമിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ MNRE സ്കീമിൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ നോക്കി അറിയാൻ പറ്റും. അഗ്രിമെൻറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ സർവീസ് ലെവൽ അഗ്രിമെൻ്റ് ഉണ്ട്. നമ്മൾ അഗ്രിമെൻറ്റിൽ തന്നെ എല്ലാം മെൻഷൻ ചെയ്യണം. കസ്റ്റമറുമായിട്ടുള്ള എല്ലാ അഗ്രിമെൻറ്റിലും നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, പിന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സും പറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ച് ചെയ്യണം.